പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെ നമുക്ക് ഒരു മികച്ച യൂട്യൂബർ ആവാം, എങ്ങനെ നമുക്കൊരു നല്ല യൂട്യൂബർ ആവാം എന്നതാണ് ഈ വീഡിയോയുടെ കണ്ടൻറ്റ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആ ഒരു അനുഭവത്തിലൂടെ എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. വളരെ ചുരുക്കം 2500 മാത്രം സബ്സ്ക്രൈബേഴ്സുള്ള സമയത്ത് എൻ്റെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് മോണിറ്റൈസ്ഡ് ആയത്. അതുകൊണ്ട് ഞാനൊരു നല്ല യൂട്യൂബർ അല്ല. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നല്ല ഒരു യൂട്യൂബർ ആവാമായിരുന്നു. അങ്ങനെയുള്ള ഞാൻ കാണിച്ച കുറച്ച് അബദ്ധങ്ങൾ, എൻ്റെ കുറച്ച് കൺഫ്യൂഷൻസ്, എനിക്കുണ്ടായ കുറച്ച് കൺഫ്യൂഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിലെ തുടക്കക്കാർക്ക് ഇത് കൂടുതൽ ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. ഒരു നല്ല യൂട്യൂബർ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി ഇത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ക്യാമറയെ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചമ്മലാണ്. കുറേ അരക്ഷിതാവസ്ഥകളുണ്ട്. പിന്നെ ഞാനൊരു ഇൻട്രോവേർട്ടാണ്, അപ്പോൾ കുറേ വിഷയങ്ങളുണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള പേടി, ഇപ്പം എൻ്റെ ഉള്ളിലുള്ള പേടിയെ, ഇങ്ങനെയുള്ള ഇൻഹിബിഷൻസിനെ, കുറേ തടസ്സങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ, അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ യാത്ര ചെയ്യാൻ, ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ താല്പര്യമാണ്. ആളുകളെ കണ്ടുമുട്ടുക, സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കാര്യമാണ്. അതിൻ്റെതായ വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് കിക്ക് തരുന്ന ഒരു വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത്. യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ, പല പർപ്പസിനാവും ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. ചില ആളുകൾ ഇപ്പോൾ സ്വയം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആളുകളായിട്ട് ഷെയർ ചെയ്യണം തോന്നുന്നതായിരിക്കും. ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കണം എന്ന രീതിയിലായിരിക്കും. എഡ്യൂക്കേറ്റ് ചെയ്യാനാവും ആളുകളെ. വേറെ ചില കാര്യങ്ങൾ, നമ്മളൊരു ഉത്സവത്തിന് പോകുക, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്തു, അപ്പോൾ അതിലും രസകരമായ കുറച്ച് കാര്യങ്ങളുണ്ടായി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി, അത് ആളുകളെടുത്ത് ഷെയർ ചെയ്യാൻ തോന്നുന്നത്, അങ്ങനെ ഇരിക്കാം. ചില സംഭവം നമുക്ക് എന്തെങ്കിലും കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിരിക്കും തോന്നുന്നുണ്ടായിരിക്കും. അങ്ങനെ പല വ്യത്യസ്ത ചില കാര്യങ്ങൾ നമുക്ക് ആളുകളെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു പ്രത്യേക വിഷയം നമുക്ക് വളരെ ഇഷ്ടമാണ്, ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കൂടുതൽ താല്പര്യമുള്ള ഒരു വിഷയത്തെ നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലർ ട്രാവൽ വീഡിയോസ് ആവും ചെയ്യുന്നുണ്ടായിരിക്കുക, ചിലർ കുക്കിംഗ് വീഡിയോസ് ആവും ചെയ്യുന്നുണ്ടായിരിക്കുക, ചിലർ പല കടകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച്, സ്നാക്സ് കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചില ആളുകൾ ഇൻ്റർവ്യൂ വീഡിയോസ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ പലതും ചെയ്യുന്നുണ്ടായിരിക്കാം. ചില ആളുകൾ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫ് എങ്ങനെയാണ്, അങ്ങനെ ലൈഫിൻ്റെ അതിനെക്കുറിച്ചുള്ള വ്ളോഗുകളായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള ഒരു വിഷയം എന്താണ്, ഒരു മേഖല എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നല്ലൊരു യൂട്യൂബർ ആവാനുള്ള, നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ചെയ്യാനുള്ള, നമുക്കൊരു ഉത്തേജനം തരുന്ന, ഒരു ഫ്യൂവൽ, ഒരു ഇന്ധനം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ കൂടുതൽ ഇഷ്ടമുള്ള മേഖല എന്താണെന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് എത്ര ബുദ്ധിമുട്ടുകൾ അതിലുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഊർജ്ജം, ഒരു താല്പര്യം നമുക്കുണ്ടായിരിക്കും. പിന്നെ ഒരു നല്ല യൂട്യൂബർ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം എന്ന് വെച്ചാൽ, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ നമുക്ക് തന്നെ ചിലപ്പം നമുക്ക് ഇങ്ങനെ പറയുന്നു, ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്ക് തന്നെ ഇടയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ നമുക്കിങ്ങനെ വെറുതെ വലിയിടത്തരമൊക്കെ പറയാം. പക്ഷെ നമ്മളൊരു കാര്യം പബ്ലിക് ഡൊമൈനിൽ വെക്കുന്ന സമയത്ത്, പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് കൂടി അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം, വേണ്ടേ? ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്ക് പലപ്പോഴും എന്താ വെച്ചാൽ, ടെൻഷനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സാധനങ്ങൾ എനിക്കന്നെ മനസ്സിലാവില്ല, പിന്നെയാണ് മറ്റുള്ളവരുടെ കാര്യം. അപ്പോൾ നമുക്ക് ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ കട്ടുകട്ടി സാധനങ്ങൾ, അങ്ങനെ കട്ടുകട്ടി ഉള്ള വളരെ ഐക്യലുള്ള ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ മേഖല. അപ്പോൾ അതിലൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് നമുക്ക് താല്പര്യമുള്ള, ഇതുകൊണ്ട് വേറൊരാൾക്ക് ഗുണം ഉണ്ടായിരിക്കും, അവർക്കൊരു സന്തോഷം കിട്ടും, അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടും, എന്ന് തോന്നുന്ന ഒരു ശൈലിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു മികച്ച യൂട്യൂബർ ആവാനുള്ള ഒരു ക്വാളിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു മികച്ച യൂട്യൂബർ എന്ന രീതിയിൽ സക്സസ്ഫുൾ ആവുക എന്നൊക്കെ ചെയ്യുമ്പോൾ വേറെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടു എന്നിട്ട് 2 മാസം കൂടെ തിരിഞ്ഞു നോക്കണില്ല, അങ്ങനെയല്ല.
നമ്മൾ ഏകദേശം ഒരേ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഡെയിലി വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാം, ആഴ്ചയിൽ ഒരു 1 2 3 വീഡിയോസെങ്കിലും ഒരു 3 വീഡിയോസെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ പറയുന്ന എണ്ണം കറക്റ്റ് 3 വീഡിയോ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനങ്ങനെ പലപ്പോഴും ചെയ്യലുമില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ 41 42 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു പ്രാന്ത്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു യൂട്യൂബർ ആവാൻ നമ്മളെ സഹായിക്കും. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലാരിറ്റിയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, 4K അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറെ എന്താ വെച്ചാൽ നമ്മളായിട്ട് ഇരിക്കുക എന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ പലരും പറയും നമ്മളായിട്ട് ഇരിക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ കുറച്ച് ഫേക്കായിട്ടൊക്കെ ചെയ്താലാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ മാനറിസം മാറ്റണം, നമ്മുടെ സംസാര ശൈലി മാറ്റണം, നമ്മുടെ ആംഗ്യങ്ങൾ മാറ്റണം, നമ്മുടെ അപ്പിയറൻസ് മാറ്റണം എന്നൊക്കെ. എനിക്ക് ഇത് വളരെ അൺകംഫർട്ടബിളാണ്. നമ്മളായിട്ട് ഇരിക്കുക എന്നാണ്, അതിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലോകത്ത് എന്താ പറയുക, എല്ലാവരെയും കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളായിട്ട് ഇരിക്കുക, ജെന്യുവനായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് നല്ല യൂട്യൂബർ ആവാൻ സാധിക്കും. പിന്നെ യൂട്യൂബിൽ നമ്മൾ ഈ കൺസിസ്റ്റൻ്റായിട്ട് ക്ലാരിറ്റിയിൽ വീഡിയോ ചെയ്യുക, ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുക എന്ന് മാത്രമല്ല, അതിലൊരു പാഷൻ കണ്ടെത്തുക. നമ്മൾ വെറുതെ ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുകയായിരിക്കും, ഇതൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ ചുമ്മാ അതങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം ആ സംഗതി എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. എൻജോയ് ദ പ്രോസസ്സ് എന്നുള്ളത് തന്നെയാണ്. ചില ആളുകൾ ഇങ്ങനെയാണ്, ഇപ്പോൾ കാശൊന്നും കയ്യിലില്ലാത്ത സമയത്ത് പെട്ടെന്നൊരു യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ കുറേ കാശുണ്ടാക്കണം, കാശ് വാരണം എന്നൊക്കെ വിചാരിച്ചിരിക്കണം കുറേ ആളുകളുണ്ടായിരിക്കും. ഒരു പക്ഷെ നമുക്ക് നല്ല കാശുണ്ടാക്കാനും പറ്റുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ വിചാരിക്കണ പോലെ അത്ര സ്പീഡിൽ നടക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ യൂട്യൂബിലുണ്ടാകും. പെട്ടെന്ന് നമ്മുടെ വീഡിയോ ഒക്കെ കയറിയിട്ട് ക്ലിക്കാവുന്നുണ്ടായിരിക്കും, നല്ല റീച്ച് കിട്ടുന്നുണ്ടായിരിക്കും, ഒരുപാട് കാശൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അതൊക്കെ സംഭവിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പണിയെടുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇത് നമ്മുടെ ഒരു പാഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ വീഡിയോ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പാഷനാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ഒരാളുടെ ഒരു പ്രോത്സാഹനം ഇല്ലെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ത്വര, ഒരു ആക്രാന്തം, ഒരു പ്രാന്തം നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ പ്രാന്തിനെ കുറിച്ച് പറയുന്നത്. പാഷനേറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ചില ആളുകൾ വളരെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടായിരിക്കും. അതാണ് നല്ല യൂട്യൂബർ ആവുക എന്ന് പറഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ നെഗറ്റീവായി പറയുമ്പോൾ തളരരുത് രാമൻകുട്ടി. ഇപ്പോൾ ആളുകൾ പറയും മൂക്ക് ചേരില്ല, പല്ല് ചേരില്ല, തൊണ്ട് ചേരില്ല, വർത്താനം ചേരില്ല, പറയുന്നത് മനസ്സിലാവുണ്ടെങ്കിൽ സൈക്കോണ്, എൻ്റെ അപ്പിയറൻസ് ചേരില്ല, ഡ്രസ്സ് ചേരില്ല എന്നൊക്കെ പലതും പറയുന്നുണ്ടായിരിക്കും. എനിക്ക് പ്രാന്താണോ നിർത്തി പോടാന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും ഒരുപാട് നെഗറ്റീവായിട്ട് എടുക്കാണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ യൂട്യൂബിൽ, ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ആളുകൾ ഈ നെഗറ്റീവ് സാധനങ്ങളാണ് കൂടുതൽ അട്രാക്ട് ചെയ്യുക. അവർക്ക് നമ്മൾ നല്ലൊരു കാര്യം പറഞ്ഞിട്ട് ചിലപ്പോൾ അവർക്കത് സെറ്റാവുണ്ടാവും, അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളൊരു കുറവുണ്ടെങ്കിൽ നമ്മളൊരു കുറ്റം അവർ കണ്ടുപിടിക്കേണ്ടായിരിക്കും. അപ്പോൾ ആളുകൾ പല രീതിയിലാണ്, പല പ്രാന്തമുള്ള ആളുകളായിരിക്കും, പല മാനസികാവസ്ഥയിലെ ആളുകൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ആളുകൾ പോസിറ്റീവ് നെഗറ്റീവായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഉള്ള ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്ത് വിചാരിക്കുക, നല്ല ഹാപ്പി ആയിരിക്കണം ഒരു മൂഡിൽ നമ്മളൊരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും നെഗറ്റീവായിട്ട് എടുക്കാണ്ടിരിക്കുക, ഇത് ഒരു വെല്ലുവിളിയായിട്ട് എടുക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ സ്ക്രീനിൽ നോക്കി സംസാരിക്കുക, ക്യാമറ നോക്കി സംസാരിക്കുക എന്നൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഒരു ഇൻട്രോവേർട്ട് കാറ്റഗറിയിൽ വരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഇങ്ങനെയുള്ള പേടികളെ, അരക്ഷിതാവസ്ഥകളെ മാറ്റാൻ വേണ്ടി, എൻ്റെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. 1-2 ഘടകങ്ങൾ ഇതൊക്കെയാണ്. വേറെ ഘടകം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെ ഈ സാധനം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കരിയറായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഭാവിയിൽ ആരെങ്കിലുമൊക്കെ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ അതൊന്ന് കിട്ടുന്നുണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമുക്കൊരു കരിയറായിട്ടും കാശ് കിട്ടുന്ന രീതിയിലും ഒക്കെ നമുക്കിതിനെ മാറ്റിയെടുക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടേതായ ചിലവുകളുണ്ടല്ലോ. ഞാനൊന്നും റിച്ചല്ല എന്തായാലും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നല്ല യൂട്യൂബ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത്യാവശ്യം ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നല്ല ട്രാവലിംഗ് വീഡിയോസൊക്കെ നമുക്ക് ട്രാവൽ വീഡിയോസ് ചെയ്യാൻ സാധിക്കും. വീട്ടിൽ ഇരുന്നുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ, വീട്ടിലിരുന്ന് നല്ല വീഡിയോസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് കുക്കിങ്ങിൻ്റെ സാധനങ്ങൾ ചെയ്യാൻ സാധിക്കും. പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് ഏതാണോ നമ്മുടെ നിശ, ഏതാണോ നമ്മുടെ ഫീൽഡ്, ഏതാണോ നമ്മുടെ മേഖല, നമ്മൾ ഏത് അതുമായി ബന്ധപ്പെട്ടാണ് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ താല്പര്യത്തോടെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് നല്ല യൂട്യൂബർ ആവാൻ സാധിക്കും. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഹാഷ്ടാഗുകൾ ഇടുക, ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് രീതിയിൽ കൊടുക്കുക, എൻ്റെ സ്ക്രീൻ കൊടുക്കുക, എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ സാധനം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഒരു വീഡിയോസൊക്കെ കാണാം.
അപ്പോൾ പ്രോത്സാഹിപ്പിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.